ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഡി മണിയും തമ്മിലുള്ള ബന്ധത്തിന്റെ സൂചനകൾ SITക്ക് ലഭിച്ചു. പോറ്റിയുടെ കോൾ ലിസ്റ്റിൽ മണിയുടെ സഹായി ശ്രീകൃഷ്ണന്റെ നമ്പർ കണ്ടെത്തി. മണിയെ വിശദമായി ചോദ്യം ചെയ്യാനാണ് SITയുടെ നീക്കം. ജനുവരി 4-5 തീയതികളിൽ തിരുവനന്തപുരത്ത് ഹാജരാകാൻ മണിക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഡി മണിയുടെ സുഹൃത്ത് ബാലമുരുകനെ ഉടൻ ചോദ്യം ചെയ്യാനും SITയുടെ നീക്കം. ചന്തു ചന്ദ്രശേഖരാണ് വിവരങ്ങളുമായി ചേരുന്നത്. ചന്തു, ഡി മണി തന്നെയാണ് യഥാർത്ഥ മണി, ഇതിൽ എല്ലാം പങ്കുചേർന്നിട്ടുള്ള മണി എന്ന സൂചന അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ തുടർ നീക്കങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അന്വേഷണം ഏത് നിലയ്ക്കാണ് മുന്നോട്ട് പോകുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? അഖില, അന്വേഷണത്തിൽ ഇപ്പോൾ ഡി മണി തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച വിവരങ്ങൾ SITക്ക് കൃത്യമായി തന്നെ ലഭിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഈ ഡി മണി എന്ന പേര് തന്നെ സാങ്കല്പികമാണ് എന്ന ഒരു കാര്യത്തിൽ നിന്നാണ് അന്വേഷണം ആരംഭിച്ചത്. പക്ഷേ ആ ഡി മണി എന്ന ഒരു വ്യക്തിയുണ്ടെന്നും അദ്ദേഹം ഈ അന്താരാഷ്ട്ര മേഖലയുമായി ആന്റിക് വിഭാഗത്തിൽ, അതായത് പുരാവസ്തു വിഭാഗവുമായി പുരാവസ്തു വ്യാപാരങ്ങൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണെന്നും നേരത്തെ കണ്ടെത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ചെന്നൈയിൽ നേരത്തെ SIT സംഘം പോവുകയും ഡി മണിയെ ചോദ്യം ചെയ്യുകയും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മൊഴി എടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഈ ഡി മണി താൻ ഈ ഉദ്ദേശിക്കുന്ന SIT ഉദ്ദേശിക്കുന്ന സ്വർണ്ണ കടത്ത് കേസുമായി ബന്ധപ്പെട്ട വ്യക്തി അല്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. പക്ഷേ അത് സ്ഥിരീകരിക്കുന്ന കാര്യങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്. പ്രധാനമായും ഫോൺ രേഖകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഇത് സ്ഥിരീകരിക്കുന്നതിന് ആധാരമായി SITയുടെ കയ്യിലെത്തിയിട്ടുണ്ട്. ഈ ഡി മണിയുടെ സുഹൃത്ത് ശ്രീകൃഷ്ണനെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഫോണിൽ വിളിച്ചതിന്റെ വിശദാംശങ്ങൾ SITക്ക് ലഭിച്ചിട്ടുണ്ട്. ഡി മണി അല്ലെങ്കിൽ പിന്നെ എന്ത് കാര്യത്തിനാണ് ശ്രീകൃഷ്ണനെ വിളിച്ചത് എന്ന ഒരു ചോദ്യമുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്തുന്നതിനെ കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കാനാണ് SIT ഉദ്ദേശിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജനുവരി 3-4 തീയതികളിൽ തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് ഡി മണിയെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. എന്തായാലും ഡി മണിയിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. നേരത്തെ രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവാസിയായ വ്യവസായിയെ SIT വിളിച്ചു വരുത്തുകയും മൊഴിയെടുക്കുകയും ചെയ്തിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പുരാവസ്തു മേഖലയും പുരാവസ്തു വിൽപ്പനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഡി മണിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതും അന്വേഷണം ആ തരത്തിലേക്ക് നീങ്ങുന്നതും. എന്തായാലും ഡി മണി അല്ല, താൻ SS മണിയാണെന്നൊക്കെ ആവർത്തിക്കുന്ന ഇദ്ദേഹത്തിന്റെ ഇടപാടുകൾ സംബന്ധിച്ചൊക്കെ SIT പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് രമേശ് ചെന്നിത്തല പ്രധാനമായും വ്യക്തമാക്കിയത്, കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ ഡി മണിയുടെ ചോദ്യം ചെയ്യലിനും മൊഴിയെടുപ്പിനുമായി SIT സംഘം ചെന്നപ്പോൾ അവിടെ നിന്നും തമിഴ്നാട് പോലീസിന്റെ ഒരു സഹകരണം SITക്ക് ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ കോടതിയുടെ നിരീക്ഷണത്തിൽ CBIയുടെ ഒരു അന്വേഷണം വന്നാൽ അന്വേഷണം കൂടുതൽ തലത്തിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് കഴിയും. പ്രത്യേകിച്ച് ഈ ഡി മണിയിലേക്ക് അന്വേഷണം എത്തി നിൽക്കുകയും അത് ഒരു അന്താരാഷ്ട്ര ബന്ധത്തിലേക്ക് കൂടി അന്വേഷണം നീങ്ങുന്ന സാഹചര്യം ഉണ്ടായാൽ അതിനെ സംബന്ധിച്ച് പരിമിതികൾ ചിലപ്പോൾ SITക്ക് ഉണ്ടായേക്കാം. അതുകൊണ്ട് ഒരു CBI അന്വേഷണം കോടതി നിരീക്ഷണത്തിൽ വേണമെന്ന ആവശ്യമാണ് രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്നത്. എന്തായാലും SIT അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് വ്യാപിപ്പിക്കുന്നു. പ്രധാനമായും ഡി മണിയെ കൂടുതൽ ചോദ്യം ചെയ്യുകയും മൊഴിയെടുക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ കൂടുതൽ സുപ്രധാനമായ നിർണായകമായ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുമെന്നാണ് SITയുടെ വിലയിരുത്തൽ. അഖില.